ശ്രീ ആദമായി ഇപ്പം നമുക്കറിയാമല്ലോ, മലയാള സിനിമയൊക്കെ സംബന്ധിച്ചിടത്തോളം തുടക്കകാലങ്ങളിൽ മുതൽ ഇപ്പോൾ വരെ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വലിയ സ്ട്രഗിളാണ്. അത് വലിയ എന്താ പറയുക, ഒരുപാട് സമയമെടുത്ത് കഠിനാധ്വാനത്തിൻ്റെ ഫലമായൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങളുടെ ആ സമയത്ത് പ്രത്യേകിച്ച് ശ്രീനിവാസനെയൊക്കെ സംബന്ധിച്ച് സിനിമ എത്രത്തോളം എളുപ്പമായിരുന്നു? ഇപ്പം അദ്ദേഹത്തിൻ്റെ രൂപമോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു നമ്മൾ പറയില്ലേ, ഒരു ഫയർ എന്നൊക്കെ പറയില്ലേ, അത് എത്രത്തോളം ജ്വലിച്ചിരുന്നു ആ സമയത്ത് തന്നെ സിനിമയിലേക്ക്? സിനിമയിൽ അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഉള്ളിലുള്ള ഈ ഫയറിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആരും ബോധവാന്മാരായിരുന്നില്ല. കാരണം അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു, വളരെ മിതഭാഷയായിരുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് അദ്ദേഹം ഒരു അന്തർമുഖനാണെന്ന് തോന്നിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ. പക്ഷെ പിന്നീട് അദ്ദേഹം സ്വയം, കാരണം അദ്ദേഹം ആരുടെയും പുറകിൽ അവസരങ്ങൾക്ക് വേണ്ടി നടക്കുകയോ അല്ലെങ്കിൽ ആരുടെയും കാലുപിടിക്കാൻ പോവുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം തന്റെ രചനയിൽ മുഴുകി. അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയാമായിരുന്നു തനിക്കുള്ള മാർഗം, തനിക്കുള്ള വഴി താൻ തന്നെ വെട്ടി തുറക്കണം എന്ന് അദ്ദേഹം തന്നെ അറിയാമായിരുന്നു. അദ്ദേഹം രചനയിൽ മുഴുകി, അദ്ദേഹം എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനും ഈ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ട് എത്തിച്ചേരുന്ന ഒരു രീതി ആയിരുന്നില്ല അല്ലെ? ഇല്ല, ഈസി ആയിരുന്നില്ല. അദ്ദേഹം വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സ്ട്രഗിൾ വളരെ ദീർഘകാലം നീണ്ടു നിന്നില്ല. ഞങ്ങളുടെ അധ്യാപകനായിരുന്ന, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായിരുന്ന പ്രഭാകരൻ സാർ, അന്ന് അദ്ദേഹം ഗൾഫിലേക്ക് മലയാള സിനിമകൾ കയറ്റി അയക്കുന്ന ഒരു ബിസിനസ് ചെയ്തിരുന്നു. അപ്പൊ പ്രഭാകരൻ സാറും ശ്രീനിവാസനും ഒരേ നാട്ടുകാരാണ്, പാട്ടിയം എന്ന സ്ഥലത്ത്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം പ്രഭാകരൻ സാറിന്റെ കൂടെ താമസിക്കുകയും പ്രഭാകരൻ സാറിന്റെ ഈ ചലച്ചിത്ര കയറ്റുമതി, അപ്പൊ അതിന്റെ പെട്ടികളുമായി ലാബിൽ നിന്നും പിന്നെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടേ കൊടുക്കുക തുടങ്ങിയ സൈക്കിളിൽ വെച്ചിട്ട് അങ്ങനെയുള്ള കുറെ അധ്വാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ജീവിക്കാനുള്ള ഒരു ചുവടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. അതേ സമയത്ത് സമാന്തരമായി പുള്ളി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് താങ്കൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പൊ അഭിനയത്തെക്കാൾ ശ്രീനിവാസന് എഴുത്തായിരിക്കും കുറച്ചുകൂടി നല്ലത്, അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അത് നമ്മള് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിരന്തരം കാണുമായിരുന്നു. ഞാൻ പറഞ്ഞൊരു മണിമുഴക്കത്തില് ഞാനാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നൊക്കെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അപ്പോഴും അഭിനയത്തിൽ താൻ രക്ഷപ്പെടുന്ന വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തന്റെ കഴിവിൽ വെച്ച്, തന്റെ പ്രതിഭയിൽ, തന്റെ ഈ രചനാ വൈഭവത്തിൽ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു അഭിനയത്തിന് കൂടി വേണ്ടിയാണ് അദ്ദേഹം ആ എഴുത്തിലൂടെ തന്നെ സിനിമയിൽ നിൽക്കാം എന്നുള്ള തീരുമാനം എടുത്തത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ അഭിനയത്തെക്കാളും കൂടുതൽ തനിക്ക് കുറച്ചും കൂടി വഴി തുറന്നു തരിക ഈ എഴുത്തിലൂടെ ആയിരിക്കും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം സിനിമ അഭിനയിക്കാൻ അവസരങ്ങൾക്ക് വേണ്ടി നടക്കാതെ അദ്ദേഹം ഈ എഴുത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. അതിലൂടെ അദ്ദേഹം മലയാള സിനിമയുടെ രചനയും സംവിധാനവും അഭിനയവും എല്ലാ മേഖലകളും കീഴടക്കി. തുടക്കം മുതലേ അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ശ്രീ ആദം, എങ്ങനെയായിരുന്നു ശ്രീനിവാസന്റെ ഇപ്പം സിനിമാ ജീവിതം, സാമൂഹ്യ ജീവിതം, അതിനെയൊക്കെ താങ്കൾ എങ്ങനെയായിരുന്നു ഓരോ ഘട്ടത്തിലും നോക്കിക്കണ്ടിരുന്നത്? ശ്രീനിവാസൻ, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പ്രതിഭ എന്ന് പറയുന്നത് വളരെയധികം ഒരു സാമൂഹ്യ വിമർശനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള രചനകളിലെല്ലാം നമ്മൾ മുഴച്ചു നിന്നിരുന്നത്. അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അത് അധികാരികളെയോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകളെയൊക്കെ പിന്നെ അവരെ ആലോചനപ്പെടുത്തുമെന്ന കാര്യത്തെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ലായിരുന്നു, ചിന്തമില്ലായിരുന്നു. അപ്പോ പിന്നെ അദ്ദേഹം തന്നെ ഈ മോഹൻലാലും അദ്ദേഹവും കൂടി അഭിനയിച്ച, അദ്ദേഹം എഴുതിയ ആ സിനിമയില് വാസ്തവത്തിൽ അദ്ദേഹം ഈ സിനിമാ താരങ്ങളെ കളിയാക്കുകയായിരുന്നു. അത് പക്ഷെ താരങ്ങൾ അറിയുന്നില്ല അവരുടെ ചില മാനറിസംസും അവരുടെ ചില അതൊക്കെ എത്രത്തോളം മലയാളികൾ ആസ്വദിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ താരങ്ങളെ പറയുകയാണെങ്കിൽ പോലും ആ പറച്ചിൽ പോലും രസകരമായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ വിരിയുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത കാര്യങ്ങളാണ്. അവരുടെ മനസ്സിൽ പലപ്പോഴും നമ്മൾ താരങ്ങളുടെ ചില ജാടകളെ കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ള ആ വികാരം തന്നെയാണ് അത് ശ്രീനിവാസന്റെ സിനിമകളിലൂടെ പ്രകടമാക്കിയത്. അത് ജനങ്ങളുടെ വികാരങ്ങളുമായി അവരുടെ വിചാരങ്ങളുമായി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു കഴിവ് ശ്രീനിവാസനുണ്ടായിരുന്നു. സാധാരണക്കാരന്റെ വീക്ഷണകോണിൽ കൂടിയാണ് അദ്ദേഹം ലോകത്തെ കണ്ടത്.